കേരളത്തിലും അതിനോടടുത്ത തമിഴ്നാട്ടിലും യക്ഷിമാരിൽ ഭയവും വിസ്മയവും ഒരുമിച്ചുണർത്തുന്ന ആത്മാക്കളിൽ പ്രധാനിയാണ് നീലി. കല്യങ്കാട്ടുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന അവളുടെ കഥ വഞ്ചന, മരണം, പുനർജന്മം എന്നിവയുടെ അരങ്ങിലൂടെയാണ് ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് നാഗർകോവിലിനടുത്തുള്ള പഞ്ചവങ്കാടെന്ന പ്രദേശം അവളുടെ ഭീതിജനക സാന്നിധ്യത്തിന്റെ വേദിയായിരുന്നു. ദിവ്യ സൗന്ദര്യത്തിൽ മറഞ്ഞു നിൽക്കുന്ന രക്തദാഹമുള്ള ഭീകരിയായാണ് നീലിയെ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഒരിക്കൽ അവൾ ഒരു ആത്മാവായിരുന്നില്ല, അവളൊരു സ്ത്രീയായിരുന്നു. പേരിൽ അല്ലി. അല്ലിയുടെ ദുരന്തം. 9-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പകക്കനൂരിൽ കർവേണി എന്ന ദേവദാസി താമസിച്ചിരുന്നു. അവളുടെ മകൾ അല്ലി അതിവിശിഷ്ട സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്നു. മുട്ടീനണിയുന്ന കരിമുടിയും വലിയ ആകർഷകമായ കണ്ണുകളും അവളെ അപൂർവയാക്കി. അല്ലി അവിടുത്തെ ശിവക്ഷേത്രത്തിലെ പുരോഹിതനായ നമ്പിയെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു. എന്നാൽ നമ്പിയുടെ മനസ്സ് ലോഭത്താൽ നിറഞ്ഞിരുന്നു. അല്ലിയുടെ അമ്മയിൽ നിന്ന് ലഭിച്ച സമ്പത്ത് അവൻ ലക്ഷ്യമിട്ടു. മറ്റ് യുവനാരികളോടുള്ള വഞ്ചനയും അധാർമികതയും അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അവന്റെ പെരുമാറ്റത്തിൽ വിറങ്ങലിച്ച കർവേണി ഒടുവിൽ നമ്പിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഗർഭിണിയായിരുന്നെങ്കിലും ഭർത്താവിനോടുള്ള വിശ്വസ്തത കൊണ്ട് അല്ലി അവനൊപ്പം പുറപ്പെട്ടു. യാത്രാമധ്യേ നമ്പിയുടെ ലോഭം അവനെ അന്ധനാക്കി. അവൻ അല്ലിയെ കൊന്നു, ആഭരണങ്ങൾ കവർന്നു, അവളുടെ മൃതദേഹം ഉപേക്ഷിച്ചു. ഈ വാർത്ത കേട്ട് അല്ലിയുടെ സഹോദരനായ അമ്പി ഓടിയെത്തി. വഴിയിൽ അവൻ കണ്ടത് സ്വന്തം സഹോദരിയുടെ നിർജീവമായ ശരീരം. വേദനയും ക്രോധവും ചേർന്ന് അവനൊരു പാറയിൽ തലകൊണ്ടിടിച്ച് ആത്മഹത്യ ചെയ്തു. നമ്പിക്ക് വിധി നൽകിയ ശിക്ഷയും വേഗത്തിലായിരുന്നു. ഒരിക്കൽ വിഷപ്പാമ്പ് കടിച്ച് അവന്റെ ജീവൻ അവസാനിച്ചു. പുനർജന്മവും ശാപവും. പക്ഷെ കഥ അവിടെ അവസാനിച്ചില്ല. വഞ്ചനയും ദുഃഖവും ക്രോധവും നിറഞ്ഞ ആ വികാരങ്ങൾ ശാന്തമായി മാഞ്ഞുപോയില്ല. അല്ലിയും അമ്പിയും വീണ്ടും ജനിച്ചു. ചോളരാജാവിന്റെ മക്കളായി അവർ പിറന്നു. അല്ലി നീലിയായി, അമ്പി നീലനായി. എന്നാൽ കഴിഞ്ഞ ജീവിതത്തിന്റെ ദുരന്തങ്ങൾ അവരെ പിന്തുടർന്നു. രാജ്യത്ത് അനിഷ്ട സംഭവങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. രാത്രിയിൽ പശുക്കളെ രക്തം കുടിച്ചു കൊല്ലപ്പെടുന്നത് കാണപ്പെട്ടു. ഒടുവിൽ രാജാവിന് ഭയാനക സത്യം മനസ്സിലായി. സ്വന്തം മക്കളായിരുന്നു ഇതിന്റെ കാരണക്കാരെന്ന്. കണ്ണീരോടെ രാജ്യത്തെ രക്ഷിക്കാൻ അവൻ അവരെ പഞ്ചവങ്കാട്ടിൽ ഉപേക്ഷിച്ചു. അവിടെ നിന്നാണ് അവരുടെ ഭീതിജനക ഭരണകാലം ആരംഭിച്ചത്. നീലിയുടെ പ്രതികാരം. പഴയന്നൂർ ഗ്രാമത്തിലെ ജനങ്ങൾ വിറങ്ങലിച്ചു. 70 ഉരുമാർ ഒരു മന്ത്രവാദിയുടെ സഹായം തേടി. നമ്പി എന്ന് പേരുണ്ടായിരുന്ന ആ മന്ത്രവാദി നീലനെ മാന്ത്രിക ശക്തിയാൽ കീഴടക്കി. എന്നാൽ നീലിയെ കീഴടക്കാനായില്ല. സഹോദരനെ പിടികൂടിയതിനോടുള്ള ക്രോധത്തിൽ നീലി പിന്നീട് ആ മന്ത്രവാദി നമ്പിയെ വേട്ടയടിക്കുന്നു. കാലം പിന്നെയും ഒരു കളി കളിച്ചു. അല്ലിയുടെ ആദ്യ ഭർത്താവായിരുന്ന വഞ്ചകൻ നമ്പിയും വീണ്ടും ജനിച്ചു. അവൻ കാവരി പൂമ്പട്ടണത്തിലെ വ്യാപാരി അനന്തനായി. ഒരിക്കൽ വ്യാപാര കാര്യങ്ങൾക്കായി അവൻ മുഷിരിസിലേക്കുള്ള യാത്ര തിരിച്ചു. വഴിയിലെത്ത കടന്നത് പഞ്ചവങ്കാട്. നീലി ഉടൻ തന്നെ അവന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. അവളെ വഞ്ചിച്ച ആത്മാവ്. അവൾ അവനെ പിന്തുടർന്നു. എന്നാൽ അനന്തന്റെ കയ്യിൽ ഒരു മാന്ത്രിക വടിയുണ്ടായിരുന്നു. അതുകൊണ്ട് നേരിട്ട് കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും അവനെ പിന്തുടരാൻ കഴിഞ്ഞു. അനന്തൻ ഭീതിയിലോടി ഒടുവിൽ പഴയന്നൂരിലെത്തി. അവിടെ നീലി ഒരു രൂപമാറ്റം നടത്തി. കരഞ്ഞുകൊണ്ടിരുന്ന സുന്ദരിയായ സ്ത്രീയായി കയ്യിൽ കുഞ്ഞിനെ പിടിച്ച് അവൾ ഗ്രാമീണരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അവനാണ് എന്റെ ഭർത്താവ്. വഴക്കിട്ട് എന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോകുകയാണ്. അനന്തൻ അപേക്ഷിച്ചു. ഇല്ല, അവൾ യക്ഷിയായ നീലിയാണ്. എന്നാൽ ഗ്രാമീണർ അവനെ വിശ്വസിച്ചില്ല. 70 ഉരുമാർ അനന്തനോടൊരു പ്രതിജ്ഞ ചെയ്തു. പുലർച്ചെ വരെ നിന്നെ ഞങ്ങൾ കാത്തുസൂക്ഷിക്കും. എന്നാൽ അവൾ യഥാർത്ഥത്തിൽ യക്ഷിയാണെങ്കിൽ ഞങ്ങൾ 70 പേരും അഗ്നിയിൽ ചാടി ജീവനർപ്പിക്കും. അന്നത്തെ രാത്രി നീലി തന്റെ ശക്തിയാൽ സംരക്ഷണം മറികടന്ന് അനന്തനെ കൊന്നു. പുലർച്ചെ ഗ്രാമീണർ സത്യം കണ്ടു. അനന്തൻ മരിച്ചുകിടന്നു. പ്രതിജ്ഞ പാലിക്കാൻ 70 ഉരുമാർ ഒരുവൻ പിന്നാലെ ഒരുവൻ അഗ്നിയിൽ ചാടി ജീവനർപ്പിച്ചു. യക്ഷിയിൽ നിന്ന് ദേശദേവതയായിട്ട്. അല്ലിയുടെയും സഹോദരന്റെയും മരണത്തിനു പകരാൽ പൂർത്തിയാക്കിയ ശേഷം നീലിയുടെ ക്രോധം ശമിക്കാൻ തുടങ്ങി. കഥയുടെ ഒരു പതിപ്പിൽ അവൾ കാലിപ്പാലമരത്തിന് കീഴിൽ പാർപ്പാൻ തിരഞ്ഞെടുത്തു. കാലക്രമേണ ഭയാനക യക്ഷി നാട്ടിന്റെ രക്ഷാകർതൃദേവിയായി മാറി. പക്ഷെ മറ്റൊരു കഥ പറയുന്നു. അവളുടെ ആത്മാവ് ഒരിക്കലും സമാധാനിച്ചില്ലെന്ന്.
രക്തദാഹം നിറഞ്ഞ നീലി പിന്നീട് ഏറ്റുമുട്ടിയതും മഹാശക്തനായ കടമറ്റത്ത് കത്തനാരുമായിട്ടാണ്. അവന്റെ ആത്മീയ ശക്തിയിൽ കീഴടങ്ങി അവളുടെ ഭീകരാധിപത്യത്തിന് വിരാമം വന്നു.